പാസ്ത ബോയിൽ ചെയ്യാൻ വെക്കാം. പാസ്ത നമ്മൾ മാക്രോണി പാസ്തയാണ്, പിള്ളേർക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ആയിരിക്കും. ലേശം സോൾട്ട് നമ്മൾ ഇടുകയാണ്. ഒപ്പം ഒരു ഡ്രോപ്പ് ഓയിൽ, കാരണം പാസ്ത ബോയിലായി വരുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയിലും. വെള്ളം ബോയിലാകുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. സോ ഞാൻ എൻ്റെ പാസ്ത കട്ട് ചെയ്ത് ബോയിൽ ചെയ്യാൻ പോവുകയാണ്. ശംഖുവിൻ്റെ ഡ്രിങ്ക് ശംഖു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ബാക്കി കട്ടിങ് ഇനിയുള്ളത് സാലഡിൻ്റെ ബാക്കി കൂടെ ഫിനിഷ് കഴിഞ്ഞാൽ നമ്മൾ തീരും. ആപ്പിൾ ഉണ്ട്. ഒരു 8 to 10 minutes മതി പാസ്തയ്ക്ക് കുക്കായി കിട്ടാനായിട്ട്. നല്ല ചെറിയ മാക്രോണി പാസ്തയാണ്, അപ്പം പെട്ടെന്ന് കുക്കാവും, അധികം സമയം എടുക്കില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിക്കാവാതിരിക്കും. നമ്മൾ സാലഡ് ഡ്രസ്സിങ് കൂടെ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ലെമൺ ജ്യൂസ്, സോൾട്ട്, ഡ്രസ്സിങ്, ബേസിക് ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി ജ്യൂസ് ബേസ്ഡ് ലെമൺ ഡ്രസ്സിങ് പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നാരങ്ങയുടെ ലെമൺ ധാരാളം മതി, ലെമൺ ജ്യൂസ് ഒരു നാരങ്ങയുടെ ധാരാളം മതിയാവും. ഇതിൽ കുറച്ച് സോൾട്ട്, കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ഓയിലും, ഒരു ഗ്ലേസ് അല്ലെങ്കിൽ എന്താണ് ബോഡി കിട്ടാനായിട്ട് കുറച്ച് ഓയിൽ. അപ്പോൾ ഈ ഡ്രസ്സിങ് നമ്മൾ ലാസ്റ്റ് ആ സാലഡിലൊന്ന് മിക്സ് ചെയ്ത് ചേർക്കും. നമ്മൾ കുറച്ച് ഫ്രഷ് പാഴ്സ്ലി ഉണ്ട്, അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാഴ്സ്ലി ടേസ്റ്റ് എപ്പോഴും ഒരു റിഫ്രഷിങ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പം പാഴ്സ്ലി, തൈം അങ്ങനെയുള്ള എല്ലാ ഹെർബ്സും യൂഷ്വൽ ആയിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് ഹോട്ടലുകളിൽ മാത്രമേ, ഇന്നിപ്പം സൂപ്പർ മാർക്കറ്റിൽ പോയാലും അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള സാധനങ്ങളായിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാനായിട്ടുള്ള ആഡ് ചെയ്യാം. ഡ്രസ്സിങ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പാസ്ത എവിടം വരെ ആയെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം സാലഡിനുള്ള അത്യാവശ്യം എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു, ഡ്രസ്സിങ് റെഡി ആയി കഴിഞ്ഞു. ഈ ട്യൂണ ക്യാൻ അടുത്തുണ്ട്, മാമിൻ്റെ ട്യൂണ ക്യാനുണ്ട്. ഈ ട്യൂണ ക്യാനിൽ കുറച്ച് ഓയിലുണ്ട്, ട്യൂണയുടെ ഓയിൽ. അപ്പോൾ ഞാൻ ആ ഡ്രസ്സിങ്ങിൽ കുറച്ച് ഈ ഓയിലും കൂടെ ആഡ് ചെയ്യണം, ഒരു ഫ്ലേവർ കിട്ടാനായിട്ട്. കുറച്ച് മതിയാവും, ഒരു 1/2 സ്പൂൺ മതിയാവും. അപ്പോൾ ട്യൂണയുടെ ഫ്ലേവർ നമുക്ക് നല്ലപോലെ കിട്ടുകയും ചെയ്യും. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള പ്രിസർവ്ഡ് ആയിട്ടുള്ള ട്യൂണയാണ്, അപ്പോൾ കാരണം നമുക്കിനി കുക്കിംഗ് ഒന്നും ആവശ്യമില്ല. നമ്മൾ അധികം മിക്സ് ചെയ്ത് വയ്ക്കുന്നില്ല, ആവശ്യമുള്ള നമുക്ക് എടുക്കാൻ വേണ്ടിയാണ്. ഞാൻ ഡ്രസ്സിങ് ആദ്യമേ ഒഴിക്കുകയാണ്. ഒപ്പം ട്യൂണ ചങ്ക്സ് ഫ്ലേക്ക് ചെയ്ത് ഇടുകയാണ്. ഇത് നമുക്ക് റെഫ്രിജറേറ്ററിൽ വെക്കാം, സെർവ് ചെയ്യാൻ നേരത്തെ എടുക്കാം. അപ്പം സാലഡ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്ത് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. ചിക്കൻ എടുത്തോളൂ, ചിക്കൻ മാരിനേറ്റ് വെച്ചിരിക്കുകയാണല്ലോ. അപ്പം ചിക്കൻ മാരിനേറ്റ് വെച്ചിട്ടുണ്ട്, ഇതൊന്ന് ഗ്രില്ല് ചെയ്യണം. ചിക്കൻ ആണെങ്കിൽ നമുക്ക് ഒരു സ്ക്യൂവർ മാതിരി കുത്തിയെടുക്കാം. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രോണിലും ആണെങ്കിലും ചെയ്യാം, വേറെ എങ്കിലും ഇപ്പോൾ ടോഫു, പനീർ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതിലും ചെയ്യാം. അപ്പം ഒരു സെയിം മാനേഴ്സ് തന്നെ വേറെ രീതിയിൽ ഉപയോഗിക്കാം. മാരിനേഷൻ ചെയ്ത സാത്തെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഗ്രില്ല് ചെയ്യണം. അപ്പം ഈ സാത്തെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ കൂടെ അക്കോമഡേറ്റ് ഡിപ്പായിട്ട് എന്തെങ്കിലും പീനട്ട് ഉപയോഗിച്ച് എന്തെങ്കിലും പീനട്ട് കൊണ്ട് ഡിപ്പാണെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി എല്ലാം കോക്കനട്ടൊക്കെ മാരിനേറ്റ് ചെയ്തെല്ലാം റെഡി ആയിട്ടപ്പോൾ അതിനൊരു അക്കോമഡേറ്റ് വേണം നിർബന്ധമില്ല. പീനട്ട് സോസാണ് ഏറ്റവും ബെസ്റ്റ് അക്കോമഡേറ്റ്മെൻറ്റ് സാത്തയ്ക്ക്. ഇതൊരു ചിക്കൻ സാത്തയാണ്. സാത്ത എന്ന് വെച്ചാൽ തായ് ഇതിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. തായ്ലൻഡിലാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ സാത്തയുടെ സ്റ്റൈൽ ഓഫ് കുക്കിംഗ് ഉള്ളത്. പലതരം സാത്ത, ഇപ്പോൾ ചിക്കൻ, ബീഫ്, സീ ഫുഡ് എല്ലാം ഒരു സാത്ത ചെയ്യാറുണ്ട്.
ലേശം ഒന്ന് ഫയർ കൂട്ടാം. ഈ സമയം കൊണ്ട് ബാക്കി പാസ്തയ്ക്കുള്ള കുറച്ച് ഗാർലിക് സ്ലൈസ് ചെയ്യാം. ഗാർലിക് പൗഡർ എനിക്ക് കുറച്ചുകൂടെ അവൈലബിൾ ആണ്. അപ്പം ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ കഴിയും. എന്നാലും ഗാർലിക്കിന് ചെറിയൊരു ടേസ്റ്റ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. കുറച്ച് ഗാർലിക്, ഫ്രഷ് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നും കിട്ടില്ല. കാരണം ഒരു ഫ്രഷ് ഗാർലിക്ക്, ഒരു ഒനിയൻ ഉണ്ടാവും, സുക്കിനി നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ഒരു സുക്കിനി ഇരിപ്പുണ്ട്. സാത്ത് ഒരു സൈഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തിരിച്ചിടുകയാണ് ഞാൻ. നല്ല നല്ല ബ്രൗൺ കളറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് കാണാനായിട്ട് ഞാൻ ഇത് കാണിക്കാൻ നല്ല നൈസ് ആൻഡ് ക്രിസ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്രയും ക്രിസ്പ് ആവേണ്ടെങ്കിലും അത്യാവശ്യം ബ്രൗൺ കളർ ആയാൽ മതി. സാത്ത് റെഡിയാവാൻ ഏകദേശം ഒരു 5 മിനിറ്റ് കൂടെ എടുക്കും. ഒരു സൈഡ് നല്ലതായിട്ടുണ്ട്. ക്രഞ്ചി ഫീൽ കിട്ടാൻ വേണ്ടി കുറച്ച് ഒനിയനും, ഇപ്പം കുക്കിംഗ് സ്മെല്ല് നമുക്ക് കോക്കനട്ടിൻ്റെയൊക്കെ സ്മെല്ല് നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. വെജിറ്റബിൾ സുക്കിനി കൂടെ കട്ട് ചെയ്യാം. നമ്മുടെ സാത്ത ഗ്രില്ലാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പാസ്ത ബാക്കി ചെയ്ത് തീർക്കാം. പാസ്തയ്ക്ക് വേണ്ടി വെജിറ്റബിൾ, കുറച്ച് ഗാർലിക് എല്ലാം ഓൾറെഡി നമ്മൾ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഗാർലിക് പൗഡർ നമ്മുടെ കയ്യിലുണ്ട്. കണ്ടമാനം ഓയിലിൻ്റെ ആവശ്യമില്ല. ഒരു 1/2 ടീസ്പൂൺ ഓയിൽ മതിയാവും. ആ ഗാർലിക്കും വെജിറ്റബിളും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടി മാത്രം. കാരണം നമ്മൾ ഓൾറെഡി വെജിറ്റബിൾ ബോയിൽ ചെയ്തുകൊണ്ട് കുറച്ച് സമയം സേവ് ചെയ്യാനും പറ്റും. ഒരു ഹാഫ് ഒണിയൻ ഇടുകയാണ് നമ്മൾ. ഹാഫ് ഒണിയൻ ഇട്ടു. സെലറി അങ്ങനെ സാധനമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാം. പാസ്തയിൽ സെലറി തുടങ്ങിയ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ അത്രയും ഹെവി ആയിട്ടുള്ളൊരു എന്താണ് പാസ്തയല്ല ഉദ്ദേശിക്കുന്നത്. റെഗുലർ വീട്ടിൽ ചെയ്യുന്ന സ്റ്റൈലിൽ ചെയ്യുന്നത്. കുക്ക് ചെയ്യാത്ത സുക്കിനിയാണ്. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടുകയാണ്. പാസ്ത റെഡി ആയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നമ്മൾ ബോയിൽ കഴിക്കുന്ന വെജിറ്റബിൾ എടുക്കാം. അപ്പോൾ കോണും സുക്കിനിയാണ് നമുക്ക് കൂടുതലും ഇതിലേക്ക് നമ്മൾ ഇടുന്നത്. ബാക്കി കുറച്ച് ബീൻസ് നമ്മുടെ സാലഡിൽ ലാസ്റ്റ് സ്റ്റേജിൽ ആഡ് ചെയ്യണം. നമ്മുടെ സാത്ത റെഡിയായി കഴിഞ്ഞു. ശംഖുവിൻ്റെ ഡ്രിങ്കും അവിടെ പാരലായിട്ട് റെഡിയായി കഴിഞ്ഞു ശംഖു പറയുന്നത്. പാസ്ത നമുക്ക് ഫൈനൽ ഓയിലോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഈ പാസ്തയ്ക്ക് പ്രത്യേകത നമ്മൾ എന്താണ് ഇറ്റാലിയൻ സ്റ്റൈലിലല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ വളരെ എന്താണ് നമ്മുടെ ടേസ്റ്റിന് ഒന്ന് മാറ്റി പിടിക്കുകയാണ്. കുറച്ച് വെജിറ്റബിൾ നല്ല രീതിയിൽ നമ്മൾ ഒക്കെ ഇട്ടിട്ടുണ്ട്. കോണ്ടിനെൻ്റൽ സ്റ്റൈലുള്ള ഹെൽത്തി ആയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊരു കറി ഫ്ലേവർ ആയിരിക്കും നല്ലത്. കാരണം നമ്മളിപ്പോൾ തായ് സ്റ്റൈലൊക്കെയാണ് ചെയ്യുന്നത്. കുറച്ചൊരു കറി പൗഡർ നമ്മൾ ആഡ് ചെയ്യുകയാണ് ലൈറ്റായിട്ട്. ഈ സൈഡിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുകയാണ്. ഓൾറെഡി പാസ്തയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം ഇനി അധികം ഉപ്പ് വേണ്ടി വരില്ല.